ഞാൻ കൊണ്ടുവന്നു ഓരോ കാര്യങ്ങളും ചെയ്യുന്നു. നിങ്ങളെ കഴിയുന്നത് എന്ത് സഹായം എനിക്ക് ചെയ്തു തരണം. ഇതാണ് വേണ്ടത്. വേണ്ട ഇത് കൊടുത്താൽ നിങ്ങൾക്ക് തന്നെ അറിയാം എന്ത് കിട്ടും എന്താ എന്നുള്ള ഒരു ഇവിടുന്ന് തലച്ചോടാണ്, വണ്ടിയൊന്നുമില്ല. തലച്ചോടി കൊണ്ടാണ് ഞാൻ കൂട്ടിക്കട ഈ ആക്രിക്കടയെ കൊടുത്ത് കിട്ടുന്ന കാശ് കൊണ്ടുവരുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത്. ഇല്ല, ഒന്നും കഴിച്ചില്ല. ഇനി എന്തെങ്കിലും ഞാൻ എവിടെന്നെങ്കിലും ഒപ്പിച്ച് കൊടുത്തെങ്കിലേ ഒക്കും. എല്ലായിടവും നിങ്ങൾക്ക് നോക്കാം. എന്തെങ്കിലും ഇരിപ്പുണ്ട് എടുത്ത് തിളപ്പിച്ച് കൊടുക്കാവുണ്ടെങ്കിൽ അത് തിളപ്പിക്കാൻ ഒന്നുമില്ല. ഒരു സാധനം ഇരിപ്പില്ല. പച്ചവെള്ളം അല്ലാതെ വേറെ ഒന്നും ഇപ്പൊ ഇതിനകത്തില്ല. ഇതെല്ലാം പറഞ്ഞുകൂട്, ഇതെല്ലാം പറഞ്ഞുകൂട്, പറഞ്ഞുകൂട്. കട്ടിൽ കിടപ്പുടങ്ങി കാര്യം തൊട്ട് പറഞ്ഞുകൂട്. നീ 2 വർഷം കൊണ്ട് നീ കിടക്കുക. പറയടെ, തുറന്ന് പറഞ്ഞോട്. അവര് ഇത് പറഞ്ഞെങ്കിലേ നമുക്ക് എന്ത് കിട്ടൂ. കരഞ്ഞതുകൊണ്ട് ഒരു കാര്യവുമില്ല. നീ കാലിന്റെ ഇതൊക്കെ കാണിച്ച് നീ പറ. ഇത്രയും നാൾ കൊണ്ട് ഈ കട്ടിലിൽ കിടപ്പ. ഒരാളിന്റെ സഹായം ഇല്ലാതെ ഇതിനെ പൊക്കിയെടുക്കാൻ ഒക്കുന്നില്ല. അതാരും വരുത്തില്ല. ഒന്ന് സഹായത്തിന് പോലും നമുക്ക് ഒരുത്തരും വരുത്തില്ല. ഇതൊക്കെ വന്ന് കണ്ടിട്ട് പോയതിനു ശേഷം അവര് പറയുന്നത് ഇവിടെ വന്നാൽ എന്ത് തരണമല്ലോ എന്ന് വെച്ചു ആരും കയറത്തില്ല. ഒരു മനുഷ്യനും നമുക്ക് സഹായിക്കത്തില്ല. ഒരു നേരത്തെ വെള്ളത്തിന് പോലും വകയിലാണെന്ന് കഷ്ടപ്പെടുക. നോക്കാൻ എന്നെ കൊണ്ട് വയ്യ. ഞാൻ അത്ര കഷ്ടപ്പെടുവാണ്. എന്തെങ്കിലും ഒരു സഹായം കിട്ടിയാൽ പിടിച്ചു ചെയ്യാൻ. അല്ല, ഒരു നിവർത്തിയില്ല എന്നെ കൊണ്ട്. ആശുപത്രി NSC ആശുപത്രിയിൽ നിന്ന് നമ്മള് ഇവിടെ വന്ന് വീട്ടിൽ കിടന്ന് കഷ്ടപ്പെടുക. അല്ല, നമ്മൾ സ്വന്തമല്ല. നമ്മൾ അത് വരെ കൊടുക്കണം. ഓരോരുത്തർക്കും വീതിച്ചു കൊടുക്കാനൊന്നും എന്നെ കൊണ്ട് നിവർത്തിയില്ല. ജോലിക്കൊന്നും നമുക്ക് പോകാൻ വയ്യ. അതേ രീതിയിൽ നിൽക്കുക. ഇതിനെ നോക്കി ഇല്ല, മക്കളില്ല. ഒരു മോനുള്ളത് നഷ്ടപ്പെട്ടു പോയി. അതിന് ഇത്തിരി കടബാധ്യത ബാങ്കിലെ വന്നപ്പോഴത്തെ ഈ ആശുപത്രിയിലെ കടബാധ വന്നതിൻ്റെ പേരിലാണ് അവർ അത് ചെയ്ത് തൂങ്ങി മരിച്ചു. അത് ഒന്നുമില്ല, നമുക്ക് പ്രതീക്ഷിക്കുക ആരുടെ ഒന്നുമില്ല. ഞങ്ങൾ രണ്ടും കിടന്ന് വളരെ കഷ്ടപ്പെടുകയാണ്. എനിക്ക് കൂലിപ്പണിയായിരുന്നു. അത് ഇപ്പൊ ഇതിനെ ഇട്ടിട്ട് പൂവാക്കാതെ വന്നതിൻ്റെ ആരും ഇപ്പൊ നമ്മളെ വിളിക്കത്തില്ല. ഒരു ജോലിക്ക് എനിക്ക് പോകാനും ഒക്കത്തില്ല. എന്നാൽ അവിടെ നിന്ന് ചെയ്യാൻ ഒക്കത്തില്ല. വിളി കാരണം അത് കുഴഞ്ഞു കിടക്കുക. ഇപ്പൊ ഞാൻ പറക്കാം, ഈ കുപ്പിവാട്ടയൊക്കെ പറയിക്കൊണ്ടുവന്ന് കിട്ടുന്നത് കൊണ്ട് വെള്ളം മേടിച്ചു കൊടുത്തോണ്ടേ ഇരിക്കുക. മരുന്നിന് പോലും തികയും. ഭക്ഷണം ഇപ്പൊ നമുക്ക് ഇവിടുന്ന് ഇല്ല കിട്ടുന്നതിന്റെ പേര് അത് തരുന്നത് മേടിച്ചോണ്ട് വന്ന് ഒരു നേരം അത് കൊടുക്കുന്നു. പിന്നെ ഈ കുപ്പിവാട്ടയൊക്കെ മേടിച്ചോണ്ട് വരുന്നതാണ് നമുക്ക് കാപ്പിയോ വെള്ളമൊക്കെ മേടിച്ചു കൊടുക്കേണ്ടത്. അത് ഉള്ളത് കൊണ്ട് എങ്ങനെയെങ്കിലുമൊക്കെ പൊരുങ്ങുവാണ്. നമുക്കൊരു 60 രൂപ കിട്ടും. 50-60 രൂപയ്ക്കകത്ത് എനിക്ക് കിട്ടും. ഇതിനുള്ളിൽ പറയിക്കൊണ്ടുവന്നാൽ കിട്ടുന്നതാണ്. അതുകൊണ്ട് ഒരു രക്ഷയില്ല എനിക്ക്. കടം മേടിക്കാൻ ഇനി ആരുമില്ല. ആരും നമ്മൾ മേടിച്ച് കൊടുക്കാനും എന്നെ കൊണ്ട് കൊടുക്കാൻ നിവർത്തിയില്ല. നമുക്ക് വേണ്ടുന്ന ഈ ഇതിന് വേണ്ടി എന്തെങ്കിലും സഹായങ്ങൾ ചെയ്തു തരാമായിരുന്നു. നമുക്ക് മേടിക്കാൻ എന്തെങ്കിലും സഹായങ്ങൾ നിങ്ങൾക്ക് ചെയ്തു തന്നാൽ വലിയ പുണ്യം കിട്ടുമെന്നേ എനിക്ക് പറയാം. ഇതിപ്പോ തുടങ്ങിയിട്ട് ഇയാൾക്ക് ഈ അസുഖം തുടങ്ങി 2 വർഷമായി. 2 വർഷത്തെ ഈ അസുഖം നമ്മുടെ കൂട്ടിക്കട ആശുപത്രിയിലെ ചികിത്സയായിരുന്നു. അത് ചെയ്ത് കുഴപ്പമായപ്പോൾ ഈ കാല് പൊട്ടിയതിനു ശേഷമാണ് ഈ NS ആശുപത്രി നമ്മൾ കൊണ്ടുപോകുന്നത്. ആംബുലൻസിനകത്ത് കയറ്റി കൊണ്ടുവന്ന് കിടത്തി ഇപ്പൊ ഇങ്ങനെ കുത്തി ഇരുത്തിയൊക്കെ പിടിച്ച് ഇരുത്തിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷെ ഒന്നും കൊടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റുന്നില്ല. ഇതെല്ലാം പറഞ്ഞുകൂട്, ഇതെല്ലാം പറഞ്ഞുകൂട്, പറഞ്ഞുകൂട്. കട്ടിൽ കിടപ്പുടങ്ങി കാര്യം തൊട്ട് പറഞ്ഞുകൂട്. നീ 2 വർഷം കൊണ്ട് നീ കിടക്കുക. പറയടെ, തുറന്ന് പറഞ്ഞോട്. അവര് ഇത് പറഞ്ഞെങ്കിലേ നമുക്ക് എന്ത് കിട്ടൂ. കരഞ്ഞതുകൊണ്ട് ഒരു കാര്യവുമില്ല. നീ കാലിന്റെ ഇതൊക്കെ കാണിച്ച് നീ പറ. നീ പറഞ്ഞെങ്കിലേ ഊർജിതമായിട്ട് വരൂ. ഞാൻ പറഞ്ഞുകൊണ്ട് കാര്യമല്ല, നീ പറയണതല്ല. ഇതൊക്കെ കാണിച്ചു. ഇത് കണ്ടോ, ഇത്രയും നാൾ കൊണ്ട് ഈ കട്ടിലിൽ കിടപ്പ. ഒരാളിന്റെ സഹായം ഇല്ലാതെ ഇതിനെ പൊക്കിയെടുക്കാൻ ഒക്കുന്നില്ല. അതാരും വരുത്തില്ല. ഒന്ന് സഹായത്തിന് പോലും നമുക്ക് ഒരുത്തരും വരുത്തില്ല. ഇതൊക്കെ വന്ന് കണ്ടിട്ട് പോയതിനു ശേഷം അവര് പറയുന്നത് ഇവിടെ വന്നാൽ എന്ത് തരണമല്ലോ എന്ന് വെച്ചു ആരും കയറത്തില്ല. ഒരു മനുഷ്യനും നമുക്ക് സഹായിക്കത്തില്ല. ഒരു നേരത്തെ വെള്ളത്തിന് പോലും വകയിലാണെന്ന് കഷ്ടപ്പെടും. ഒന്ന് ചൊവ്വേ നേരെ നടന്ന് വടിയടിച്ച് അപ്പുറത്ത് പോയി